ഒരുപക്ഷെ ഇത് കാണുന്ന ഭക്തജനങ്ങൾ, ഒരുപക്ഷെ ടിവിയിലൂടെ കാണുന്ന ഭക്തരൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ആറ്റുകാൽ പൊങ്കാലയോട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഒരുപക്ഷെ ചിപ്പി ചേച്ചി എവിടെയാണെന്നുള്ളത്. എനിക്കൊപ്പം ചിപ്പി ചേച്ചി ചേരുന്നുണ്ട്. ഹായ് ചേച്ചി. ഹലോ. അപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറെ വർഷമായിട്ട് ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായിട്ട് ദൃശ്യമാധ്യമങ്ങളിലൊക്കെ തന്നെ നമ്മൾ നിരന്തരം കാണുന്ന ചേച്ചീനായിരിക്കും. ഒരുപക്ഷെ ഈ വർഷം അത് വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട്. എന്ത് തോന്നുന്നു ഈ വർഷം? ഈ വർഷം പൊങ്കാല അത് നടന്നുകൊണ്ടിരിക്കുന്നു, കഴിഞ്ഞിട്ടില്ല, ഇനി ഒരെണ്ണം കൂടെയുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ കാര്യത്തിലാണ്. ചേച്ചി വളരെ തിരക്കിലാണ്. ഒരുപക്ഷെ ഇവിടത്തെ വരുന്ന സെലിബ്രിറ്റി ഫേസുകളിൽ ഏറ്റവും കൂടുതൽ തിരക്കുകൾ ഉള്ള ഒരു സ്പേസ് കൂടിയാണ് ഈ ഹോട്ടലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. കഴിഞ്ഞ വർഷം തുടരുമെന്ന സിനിമയുടെ വിജയത്തിനായിട്ട് ചേച്ചി പ്രാർത്ഥിക്കുകയും അത് വളരെ ബ്ലോക്ക് ബസ്റ്ററായിട്ട് അത് തിയേറ്ററിൽ കടന്നു പോവുകയും ചെയ്തു. ഈ വർഷം അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത? ഈ വർഷമില്ല, പുതിയ പ്രോജക്റ്റുകളുടെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്, നല്ലതായിട്ട് വരണം എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ചേച്ചിയുടെ സക്സസിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളുകളാണ് അനന്തപുരിയിലെ മനുഷ്യർ എന്നൊക്കെ ഉള്ളത് അല്ലെ, ആറ്റുകായിട്ട് ബന്ധപ്പെട്ടുള്ളത്. എത്രാമത്തെ വർഷത്തെ പൊങ്കാലയാണ്? അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല, ഒരുപാട് വർഷമായി, ഒരു 20 വർഷത്തിനൊക്കെ മേലെയാവും എന്തായാലും. ഇനി ഈ പറഞ്ഞ പോലെ എല്ലാ വർഷവും പൊങ്കാലിടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ്. അതെ, എനിക്ക് കാരണം ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയാണ് എന്റെ വീട്. അപ്പം നമുക്ക് ആറ്റുകാൽ പൊങ്കാല ഇവിടെ ഉള്ളവരോട് ചോദിച്ചാൽ അറിയാം, അവരുടെ ലൈഫിന്റെ ഒരു ഭാഗമാണ് പൊങ്കാല എന്ന് പറയുന്നത്. മുടക്കാറില്ല, പറ്റുമെങ്കിൽ ആരും മുടക്കാറില്ല. തീർച്ചയായിട്ടും കമന്റ് ബോക്സ് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യം കൂടിയാണ്. ചിപ്പി ചേച്ചി സ്ഥിരം ഇടുന്ന പൊങ്കാല ഇടുന്ന ഒരു സ്ഥലമാണ് ഇതെന്നുള്ളത്. ഇവിടെ വല്ല പ്രത്യേകത? ഇവിടുത്തെ ഓണറൊക്കെ ഭയങ്കര കോപ്പറേറ്റീവ് ആണ്. അപ്പൊ മോഹൻ ചേട്ടനൊക്കെ എനിക്ക് സ്ഥലം ഇട്ടേക്കും വരുമ്പോ. പിന്നെ ക്ഷേത്രത്തിന് അടുത്താണ്, അപ്പം അങ്ങനെ ഒരു സൗകര്യം. കഴിഞ്ഞ ദിവസം പൊങ്കാല ക്ഷേത്രത്തിന്റെ സമീപത്തിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പം എല്ലാ വർഷവും പൊങ്കാല ഇടുന്നതിന്റെ പിറകിൽ ഒരു മനസ്സിലൊരു വിശ്വാസവും അല്ലെങ്കിൽ ഒരു നേർച്ചയൊക്കെ ഉണ്ടാകും അല്ലേ? തീർച്ചയായിട്ടും എല്ലാം നന്നായിട്ട് നടക്കണം എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ്. തിരക്കുകളുള്ള ഒരാൾ കൂടിയാണെങ്കിൽ പോലും ഇപ്പം ഏതൊക്കെ പായസം തയ്യാറായിട്ടുണ്ടാകും? പൊങ്കാല, ശർക്കര പായസം, വെള്ളപ്പായസം, ഇപ്പൊ പയറുണ്ട് നടക്കണം. താങ്ക് യു സോ മച്ച്. അപ്പം വലിയ രീതിയിൽ തന്നെ ആഘോഷത്തോടു കൂടി തന്നെയാണ് പൊങ്കാല കടന്നു പോകുന്നത്. ഇപ്പൊ നമ്മുടെ ഒപ്പം ചേർന്ന ചിപ്പി ചേച്ചിയായിരുന്നു. പൊങ്കാല ദിവസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരാളാണ് രാജലക്ഷ്മി ചേച്ചി, പിന്നണി ഗായിക. ഒരുപക്ഷെ പൊങ്കാല ദിവസത്തിൽ ചിപ്പി ചേച്ചിക്കൊപ്പം എല്ലാ വട്ടവും പൊങ്കാല ഇടുന്ന ഒരാൾ കൂടിയാണ്. വലിയ സന്തോഷമുണ്ട്, കാരണം ന്യൂസ് 18 പ്രേക്ഷകരുമായിട്ട് സംസാരിക്കുന്നതിൽ രാജലക്ഷ്മി ചേച്ചി മാത്രമല്ല നമുക്കൊപ്പം ഉള്ളത്, അമ്മയും കൂടെ ഉണ്ടെന്നുള്ളതാണ്. അമ്മയും ഒരു അസാധ്യ പാട്ടുകാരിയാണ്. വലിയ സന്തോഷത്തോടു കൂടി ഇപ്പൊ എനിക്ക് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ രാജലക്ഷ്മിയുടെ ചേച്ചിയുടെ പ്രൊഫൈലൊക്കെ തന്നെ അമ്മയുടെ പാട്ടൊക്കെ കേൾക്കാറുണ്ട്. ആദ്യം അമ്മയോട് ചോദിക്കാല്ലേ, ഒരുപക്ഷെ അമ്മയുടെ എത്രാമത്തെ ഒരു പൊങ്കാലയാണ്? അഞ്ചാമത്തത്. ചേച്ചി ഒരുപക്ഷെ അഞ്ചാമത്തെ? അല്ല, ഞാൻ ഓൾമോസ്റ്റ് 15 20 ഒക്കെ ആയിട്ടുണ്ട്, അതിനടുപ്പിച്ചായി. അമ്മയുടെ റെക്കോർഡുകൾ ഭേദിച്ച് അല്ലെ ചേച്ചി? ഞങ്ങൾ എറണാകുളമാണല്ലോ സ്ഥലം. അപ്പൊ ഞാനിവിടെ തിരുവനന്തപുരത്ത് കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പൊങ്കാല കൃത്യമായി ഇടുന്നത്. അപ്പൊ ആ വർഷമാണ് ഞാൻ പറഞ്ഞ ഏകദേശം 20നോട് അടുപ്പിച്ച് ഞാൻ ഇടുന്നുണ്ട്. അമ്മ ഇടയ്ക്ക് ഇപ്പൊ ഇനിയിപ്പോ അമ്മ റെഗുലർ ആവുന്നാണ് എനിക്ക് തോന്നണം. ഉറപ്പല്ലേ ഇനി തൊട്ട് റെഗുലർ ആയിട്ട് പൊങ്കാല ഇടാൻ സാധ്യതയുള്ള ഒരാളായിരിക്കും? അതെ. ഇത്തവണത്തെ പൊങ്കാലയ്ക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത? ഞാൻ ഇത്രയും അടുത്ത് ആദ്യമായിട്ടാണ്. ആറ്റുകാൽ അമ്മയുടെ അടുത്ത് തന്നെ ഇടാൻ പറ്റിയത് ആദ്യമായിട്ടാണ്. ഭയങ്കര സന്തോഷം. അടുത്ത് തന്നെ ഒരു തടസ്സവും ഇല്ലാതെ നന്നായിട്ട് ഇടാൻ പറ്റും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സെലിബ്രിറ്റി ഫേസസ് ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇടുന്ന ഒരു സ്പേസ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ് ഈ സ്പേസ്. കംഫർട്ടബിൾ ആണ്, പക്ഷേ ഇതിന് ഈ സ്ഥലത്തിനൊരു ആംബിയൻസ് ഉണ്ട്. കാരണം തൊട്ടടുത്ത് ഈ ക്ഷേത്രത്തിന്റെ മണിയടിയും അത് ഭയങ്കര ഒരു ഇതാണ് നമുക്ക് ഇവിടുന്ന് ചെയ്യണേ. പക്ഷെ അതിന്റെ പോലെ തന്നെ തിരക്കും ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റീസ് അധികം ഉള്ളതുകൊണ്ട് ഒരുപാട് മീഡിയ ജനങ്ങള്, പിന്നെ ചിപ്പി ചേച്ചിയുടെ ചുറ്റിലും ഇങ്ങനെ വലിയ ജനാവലിയാണ്. എല്ലാ വർഷവും ചിപ്പി ചേച്ചി എവിടെയെന്ന് ചോദിക്കുന്ന ആളുകളാണ് ചുറ്റും. പ്രത്യേകിച്ച് ടി വി കാണുന്ന ഭക്തർ ഏറ്റവും കൂടുതൽ ആറ്റുകാലമ്മയുടെ വീഡിയോ കാണുന്ന പോലെ തന്നെ ചിപ്പി ചേച്ചി വീഡിയോ കാണുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം തുടരുമെന്ന സിനിമയുടെ സെലിബ്രേഷൻ ഒക്കെ തന്നെ നടക്കുന്നതിന് മുൻപ് ഒരു പ്രാർത്ഥന ചിപ്പി ചേച്ചിക്ക് ഉണ്ടായിരുന്നു. അതിൽ പാട്ടുപാടിയ ഒരാൾ കൂടിയാണ് അല്ലേ? ചേച്ചി അന്ന് പ്രാർത്ഥിക്കുമ്പോ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. ചേച്ചി രാജി പ്രാർത്ഥിക്കുമ്പോ ഞാൻ ഈശ്വര തുടരുന്നു. അപ്പോഴെനിക്ക് അറിഞ്ഞൂടാ ഞാനത് പാടുന്നുള്ളത് എനിക്കറിയില്ല. തുടരും സിനിമയിൽ പാട്ട് പാടുന്നതിന് മുൻപായിരുന്നു പൊങ്കാല നടക്കുന്നത്. അതെ, അതിന്റെ വർക്ക് നടക്കുമ്പോഴല്ലേ, ഞാൻ അതിന് ശേഷമാണ് പാടുന്നത്. അപ്പൊ അതൊരു ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സർപ്രൈസ് തന്നതാ എനിക്ക്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇത്തവണ വീണ്ടും അടുത്തിരുന്ന് തുടരും സക്സസ് ആയി. എന്നിട്ട് പൊങ്കാലയിടുമ്പോ ഒരു പ്രത്യേകത, വിളിച്ചാൽ വിളിപ്പുറത്താണ് ദേവി എന്ന് പറയുന്നതിനൊരു ഒരു അടയാളം കൂടിയാണ് തുടരും എന്ന സിനിമ. വളരെ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് അത് കടന്നു പോവുകയും ചെയ്തു. വിജയത്തിന്റെ പിന്നിൽ ചേച്ചിയുടെ ഒരു വലിയ പ്രാർത്ഥനയുണ്ട്, അത് കണ്ട ആളാണ്. അതെ അതെ, തീർച്ചയായിട്ടും. അങ്ങനെ എന്തെങ്കിലും പ്രാർത്ഥന ഈ വർഷം? അല്ല, എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വർഷം ഇന്നൊരു കാര്യം അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. ഇതൊരു നല്ലൊരു അനുഭവമാണല്ലോ. പിന്നെ ഇത്തവണ ഒരുപാട് പേർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. നമ്മുടെ
ഒരുപാട് അടുത്ത സുഹൃത്തുക്കൾക്ക് ഇപ്പം ഗൾഫ് മേഖലയിലുള്ളവരൊക്കെ ഇങ്ങ് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അല്ലാതെ കുറച്ച് പേർക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞില്ല. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഇത് മനസ്സിലുണ്ട്. അവർക്കും കൂടി ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പൊങ്കാല ഇട്ടത്. തീർച്ചയായിട്ടും ഇപ്പൊ ഗൾഫിലൊക്കെ ഉള്ള പ്രവാസികളൊക്കെ തന്നെ കുറച്ച് കഷ്ടപ്പാടിലാണ്. അവരുടെയൊക്കെ നമ്മുടെയൊക്കെ പ്രാർത്ഥന അവർക്കൊപ്പം എപ്പോഴും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഈ വർഷം ഏതൊക്കെ സിനിമ ഇനിയിപ്പോ പുതിയ സിനിമകളൊക്കെ ഇറങ്ങാൻ നിൽക്കുന്നു? 2-3 സിനിമ 3-4 പാടിയിട്ടുണ്ട്. അതൊക്കെ ഇനി സിനിമയല്ലേ, ഇപ്പം ഒന്നും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അമ്മയെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നു രാജലക്ഷ്മി പാട്ടുകാരിയാകുന്നതിന് മുൻപ് തന്നെ വളരെ സിംഗറായിട്ട് പോപ്പുലർ ആയില്ലെങ്കിൽ പോലും തലയിലെഴുത്ത് എങ്കിൽ പോലും അസാധ്യമായി പാടുന്ന ഒരാളാണ്. ഒരുപക്ഷെ രാജലക്ഷ്മിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് പരിശോധിച്ച് കഴിഞ്ഞാൽ കുറച്ചധികം പാട്ടുകൾ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. ഞാൻ വെറുതെ ഇങ്ങനെ അമ്മ ഇതെല്ലാം ഒരു റിട്ടയർഡ് ലൈഫ് പോലെയാണ് ഇപ്പൊ. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ വെറുതെ ഞാനും അമ്മയും പാടിയ ഒരു വീഡിയോ അമ്മ അറിഞ്ഞിട്ടില്ല, ഞാനെടുത്തത് ഫേസ്ബുക്കിലാണ് ഇട്ടത്. അപ്പൊ അത് കയറി ഇങ്ങനെ ഭയങ്കരമായിട്ട് പോയി. അപ്പോഴാണ് ആൾക്കാർക്ക് എന്റെ അമ്മ പാടുന്ന അറിയണത്. അപ്പൊ പിന്നെ ഞങ്ങൾ അതൊരു സ്വഭാവമാക്കി. അമ്മയെ കൊണ്ട് രണ്ടുപേര് പാടിപ്പിച്ചാലോ, എന്താ അഭിപ്രായം? അതെ അമ്മ പാട്ട്, കാരണം രാജലക്ഷ്മി ചേച്ചിയുടെ പാട്ട് ഒരുപക്ഷെ നമ്മളെല്ലാരും സ്ഥിരം. അതെ അപ്പം അമ്മ ഒരു 2 വരി പാട്ട് നമ്മൾ പ്രേക്ഷകർക്ക്, എനിക്കറിയാം ഇവിടത്തെ ഒരു അവസ്ഥയൊക്കെ ബുദ്ധിമുട്ടാണെന്ന് അറിയാൻ പോകുക, എന്നാലും 2 വരി നമുക്ക് വേണ്ടിയിട്ട്, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ആദിപരാശക്തി അമ്മേ കുമാരനല്ലൂരമ്മേ നീ എൻ മനസ്സിൽ ഭക്തിയോടെ മന്നണഞ്ഞു മാഹേന്ദ്ര നീലാഭയ. തീർച്ചയായിട്ടും ഭയങ്കര ഒരു ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കലാകാരിയാണ് എനിക്ക് ഒപ്പം നിൽക്കുന്നത്. അതിന്റെ ഒരു കലാവാസന ഒരു പക്ഷേ നിങ്ങളിലേക്ക് എത്തുന്നത് ഒരു രാജലക്ഷ്മി ചേച്ചിയിലൂടെയാണെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അഭിമാനമാണ്. അതാണ് ആദ്യം പറഞ്ഞത്, ചേച്ചി അമ്മയുണ്ട് പാടുന്ന പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. എനിക്ക് ചേച്ചിയുടെ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ്. ഞാൻ സ്ഥിരം കേൾക്കും എന്ന് പറഞ്ഞ ഒരു പക്ഷെ വിശ്വസിക്കുന്ന അറിയില്ല. അവസാനം ആ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നു പാട്ട്. ഞാൻ വളരെ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഒരു പാട്ടുകൂടെ. എന്തായാലും രാജലക്ഷ്മി ചേച്ചിയുടെ ഒരു ഫാൻസിന് ഒരു പക്ഷേ എന്നോട് പിണക്കം തോന്നണ്ടെന്ന് എഴുതിയിട്ട് 2 വരി പാട്ട് നമുക്ക് അവിടെ നിന്നായാലോ? അപ്പൊ ദൂരെ ദൂരെ പാടാം. അതായിരിക്കും നല്ലത്. ദൂരെ ദൂരെ ആഴി പെണ്ണിൻ ഏഴാം പൂമേട കാണാൻ ആരൻ മുത്തേ നിന്നെ കൂട്ടി ആരും കാണാതെ പോയി. താങ്ക് യു സോ മച്ച്. ഭയങ്കര സ്പെഷ്യൽ താങ്ക്സ് എനിക്ക് അല്ലേ, കാരണം ഭയങ്കര സന്തോഷം എന്നുള്ളത് വിളിച്ചപ്പോൾ തന്നെ അത് ഓടിയെത്തി. അപ്പൊ എല്ലാ വർഷവും ഇതുപോലെ പൊങ്കാലിടാനും ഇതുപോലെ എനിക്ക് ഇന്റർവ്യൂ എടുക്കാനും സാധിക്കട്ടെ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. പൊങ്കാലയ്ക്ക് നാദരയാണ് പ്രേക്ഷകർ ഒന്ന് ശ്രദ്ധിക്കണം, അമ്മ ആദ്യമായിട്ടൊരു മൈക്കിന് മുന്നിലേക്ക് നിൽക്കുന്നത് നാദരയുടെ ഒപ്പമാണ്. അത് ഉറപ്പായിട്ടും അമ്മ ഇനി എല്ലാ വർഷവും നമുക്ക് ഇതുപോലെ സംസാരിക്കാനൊക്കെ നമുക്ക് സാധിക്കട്ടെ. പൊങ്കാലിടുമ്പോൾ പ്രാർത്ഥിക്കാം. താങ്ക് യു സോ മച്ച് അമ്മ. എല്ലാ വർഷത്തെയും പോലെ ഇപ്രാവശ്യം മുടക്കമില്ല. നമ്മുടെ സ്വന്തം ആനിച്ചേച്ചി ഇപ്രാവശ്യം പൊങ്കാല ഇടുന്നുണ്ട്. അപ്പൊ പൊങ്കാല വിശേഷങ്ങളുമായി ആനിച്ചേച്ചിയും ഷാൽച്ചേട്ടൻ നമ്മളോട് ചേരുന്നുണ്ട്. എന്താണ് ആനിച്ചേച്ചി ഇപ്രാവശ്യം പറയാനുള്ളത്? ഒന്നുമില്ല, എനിക്ക് ഒറ്റ കാര്യമുള്ളൂ. അമ്മയുടെ അനുഗ്രഹം വർഷം തോറും അമ്മയുടെ എന്താ പറയാ, അമ്മ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമില്ലേ, അത് അമ്മ ഉറപ്പിച്ചുകൊണ്ട് വരിക. അത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷം, നിറവുണ്ട്. നമുക്ക് എപ്പോഴും ഈശ്വരനോടുള്ളൊരു ഉറപ്പിക്കാൻ പറ്റുന്നത് ഭയങ്കര പാടാ അല്ലെ. പക്ഷെ ഈ ഒരു ആറ്റുകാൽ പൊങ്കാലയോടുകൂടി അമ്മ അത് തെളിയിച്ചു. എല്ലാ മക്കളുടെ കൂടെ അമ്മ ഉണ്ടെന്നുള്ളത് ഓരോ വർഷം പൊങ്കാലയുടെ അടുപ്പ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഉറപ്പിക്കാം. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര നിറവ്. എല്ലാ വർഷവും മുടക്കാറില്ല, ഇപ്രാവശ്യം പതിവ് ധരിച്ചിട്ടില്ല. ഏതെങ്കിലുമൊക്കെ വർഷം മുടങ്ങിയിട്ടുണ്ടായിരുന്നോ? 1-2 തവണയെ മുടങ്ങിയിട്ടുള്ളൂ ദേവിയുടെ അനുഗ്രഹം കൊണ്ട്. ഇപ്പൊ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാ പൊങ്കാല ഇടാൻ സാധിക്കുന്നു. അത് സാധിക്കട്ടെ എന്ന് അമ്മയോട് അഭ്യർത്ഥിക്കുന്നു. ബിനി ചേച്ചിനെ ഇപ്രാവശ്യം ആനി ചേച്ചിയാണ് കൂട്ടിക്കൊണ്ട് വന്ന അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്നതിനുള്ള നന്ദിയൊക്കെ പറഞ്ഞു. അതല്ല, ശരിക്കും ബീൻ ചേച്ചി കുറെ നാളുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, പക്ഷെ സാഹചര്യം ഒത്തു വന്നില്ല. പക്ഷെ ഇപ്രാവശ്യമാണ് അമ്മ അനുഗ്രഹിച്ചത്. ഇതെല്ലാം അമ്മയുടെ കയ്യിലുള്ള കാര്യമല്ലേ, നമ്മുടെ കയ്യിലുള്ളതല്ല. ഷാജേട്ടൻ ഇങ്ങനെ ഒരു വലിയൊരു സപ്പോർട്ടായിട്ട് ഇങ്ങനെ ബാക്കിൽ തന്നെ മുഴുവനായിട്ട് ഇങ്ങനെ നിറ സാന്നിധ്യമായിട്ട് നിൽക്കുകയാണ്. എന്താണ് പറയുന്നത്? പിന്നെ ആര് സപ്പോർട്ട് ചെയ്യണം? എന്റെ വൈഫിനെ സപ്പോർട്ട് ചെയ്യണം, കുടുംബത്തിന്റെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണ്ടേ? തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. പിന്നെ ഷാജേട്ടൻ എന്താണ്, ഷാജേട്ടന് മുടക്കാറില്ല? ഞാൻ മാക്സിമം മുടക്കാറില്ല, സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇല്ലാത്തപ്പോഴും ഞാൻ വിളിച്ചു പറയും. അങ്ങ് ഹൈദരാബാദിലേക്കാണെങ്കിൽ ഇവന് വരാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഞാൻ വരും. അങ്ങനെ 2-3 സ്ഥലത്ത് മിസ്സായിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഒരു ദിവസം ഓടി വരും ഇവിടെ.
ആൻചേച്ചി, അമ്മ പകർന്നു തന്നിരിക്കുന്ന നിവേദ്യങ്ങളാണല്ലോ, അമ്മ പഠിപ്പിച്ചു തന്നിരിക്കുന്നതാണ് എല്ലാ വർഷവും. അത് ഇപ്രാവശ്യം അതുപോലെ തന്നെയാണോ? ഇതുവരെ ഞാൻ മുടക്കം വരുത്തിയിട്ടില്ല. അത് അമ്മയുടെ കൂടെ അനുഗ്രഹമല്ലേ. അപ്പൊ അമ്മ തലമുറയായിട്ട് നമ്മൾ നമ്മുടെ മക്കളിലേക്ക് പകർന്നു തരുന്ന പോലെ തന്നെ അമ്മ എന്നിലേക്ക് പകർന്നു തന്ന ഒരു എന്താ പറയാ ജനറേഷന്റെ ഒരു പകർച്ചയാണ് അത്. അമ്മയുടെ നമുക്ക് ചിത്രം ഇവിടെ കാണാൻ വേണ്ടിയിട്ട് അമ്മയുടെ സർവ്വ അനുഗ്രഹങ്ങളോടും കൂടിയായിട്ടും. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് നിരവധി ചലച്ചിത്ര താരങ്ങളാണ് ക്ഷേത്ര പരിസരത്ത് പൊങ്കാലയിട്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വാൻഡ്രോസ് ജംഗ്ഷനിലാണ്. ഇവിടെ എന്നോടൊപ്പം പ്രമുഖ ചലച്ചിത്ര താരം, സിനിമാ സീരിയൽ താരമായ ദേവി ചന്ദ്രൻ ചേരുന്നു. എത്ര വർഷമായി പൊങ്കാലയിടുന്നു? ഇത് എന്റെ 3ാമത്തെ പൊങ്കാലയാണ്. 3 വർഷമായിട്ട് ഇവിടെ തന്നെയാണ് ഇടുന്നത്. ഞങ്ങളുടെ കൂടെ ഒരു ഫുൾ ഗ്യാങ് ഉണ്ട്. അവരിപ്പം തളിക്കാനുള്ള ഒരു വെയിറ്റിംഗിലായതുകൊണ്ട് അവര് ജസ്റ്റ് റൂമിൽ പോയി ഫ്രഷ് ആവുകയാണ്. ചാന്ദിനി ചേച്ചിയുണ്ട്, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സും ആക്ട്രസസും ഒക്കെ ഉണ്ട് ഇവിടെ. അതെ അതെ. എങ്ങനെയുണ്ട് ഒരു കഴിഞ്ഞ തവണ പൊങ്കാല, ഇപ്പം ഇത് 3ാം തവണ അല്ലേ? ഓക്കെ, എങ്ങനെയായിരുന്നു പ്രതീക്ഷകളൊക്കെ കഴിഞ്ഞ തവണ ഓരോ തവണ പൊങ്കാല ഇടുമ്പോൾ? അല്ല, അങ്ങനെ ചിലർ പറയും ആഗ്രഹം സാധിക്കാൻ വേണ്ടി പൊങ്കാല ഇടുന്നവരുണ്ട്. പക്ഷെ എന്റെ കാര്യം കുറച്ച് വ്യത്യസ്തമാണ്. എന്റെ അമ്മമ്മയാണ് ഇങ്ങനെ, അമ്മമ്മ ഇവിടെ ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പൂപ്പൻ ഇവിടെ ഫിലിം ഡിവിഷനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അമ്മമ്മ തുടങ്ങി വെച്ച അമ്മമ്മ എനിക്ക് തോന്നുന്നു കൗണ്ട്ലെസ് വർഷമായിട്ട് പൊങ്കാല ഇടുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞങ്ങളുടെ കൂടെ ഇല്ല, പാവം ഭഗവാൻ അടുത്തേക്ക് പോയി. അപ്പൊ അമ്മമ്മയുടെ കൂടെ അമ്മ എപ്പോഴും പൊങ്കാല ഇടുമായിരുന്നു. അപ്പം അമ്മമ്മ പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ ഒരു ലെഗസി തുടരാമെന്ന് വിചാരിച്ചു. അങ്ങനെയൊന്നും മനസ്സിൽ വിചാരിച്ചില്ല, പക്ഷെ ഒരാളുടെ കുറവ് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ പൊങ്കാലയിട്ട് തുടങ്ങിയത്. അത് അമ്മയുടെ അനുഗ്രഹം 3 വർഷമായിട്ട് വരാൻ സാധിക്കുന്നു. ഇനിയും തുടർന്നുള്ള വർഷങ്ങളിലും വരണേന്നാണ് പ്രാർത്ഥനയുള്ളത്. തീർച്ചയായിട്ടും അത് സാധിക്കും. കുടുംബസമേതമാണോ അതോ? അമ്മയുണ്ട്, പിന്നെ ഞങ്ങളുടെ ഫ്ളാറ്റിൽ നിന്ന് 4 ചേച്ചിമാരും ഉണ്ട്, അവരുടെ അമ്മമാരുണ്ട്. അങ്ങനെ ഞങ്ങളൊരു കുടുംബമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളോടൊപ്പം ഇന്ന് ആറ്റുകാൽ പൊങ്കാലയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം സീരിയൽ താരം ബീന ചേച്ചിയും കൂടി കൂടിയിട്ടുണ്ട്. ചേച്ചി, എന്താണ് വിശേഷങ്ങൾ? നല്ല വിശേഷം, ഒത്തിരി സന്തോഷം. പ്രത്യേകിച്ച് ഇത് യുദ്ധം നടക്കുന്ന സാഹചര്യമുണ്ട്, അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അപ്പൊ എങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് ഒത്തിരി സന്തോഷം. അതിന് ആനിയോട് ഞാൻ നന്ദിയുടെ വാക്കുകളിൽ ഞാൻ പറയുന്നില്ല. മനസ്സിൽ അത്രയും സ്നേഹം അവളോടുണ്ട്. കാരണം ഇങ്ങനെ വിളിച്ചില്ലെങ്കിൽ ഇത് എനിക്കിത് സാധ്യമാവില്ലല്ലോ. പെട്ടെന്നൊന്നും നമുക്ക് എവിടെയും പോയിട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പം എല്ലാ വർഷത്തെക്കാളും ഇപ്രാവശ്യം എല്ലാം കൊണ്ട് ഒത്തിണങ്ങിയ ഒരു പൊങ്കാല തന്നെ. തീർച്ചയായിട്ടും എന്റെ മനസ്സിന് നിറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് പൊങ്കാല ഇടുന്നത്. ഒരുപാട് സന്തോഷം. അതിന് എന്താണ്, ഇനി എന്നെ അമ്മ വിളിച്ചു എന്ന് തന്നെയാണ്, എന്നെ പ്രത്യേകമായിട്ട് വിളിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്രാവശ്യം എന്താണ് പൊങ്കാലയ്ക്ക് അമ്മയ്ക്ക് വേണ്ടി അർപ്പിക്കുന്നത്? ഞാൻ പായസം മാത്രമേ ഉള്ളൂ. ഓക്കെ. അങ്ങനെ വിശേഷങ്ങളായിട്ട് എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ ഒരു പൊങ്കാല തന്നെ ആവട്ടെ ബിനി ചേച്ചിക്ക് ഇപ്രാവശ്യത്തെ ഇത്. ഹായ്, നമസ്കാരം. നമസ്കാരം. ഒരുപക്ഷെ ആദ്യത്തെ പൊങ്കാല അനുഭവമാണോ? അല്ല, ഞാന് എന്റെ ചെറുപ്പം മുതൽ കാണുന്ന ഒരു പരിപാടിയാണല്ലോ. നമ്മുടെ നാട്ടില് നമ്മുടെ തൊട്ടടുത്താണല്ലോ ഈ പൊങ്കാല എല്ലാം വന്നുകൊണ്ടിരുന്നത്. ഇന്ന് പക്ഷേ എനിക്ക് അത്ഭുതം തോന്നി, അവിടെ കണ്ടില്ല. അപ്പം എനിക്കൊന്ന് പോലീസ് ശകലം മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും ഞാൻ എല്ലാ വർഷവും MLA ആയതിനു ശേഷം എല്ലാ വർഷവും അപ്പയില്ലാത്തതുകൊണ്ട് അപ്പയാണ് എല്ലാ വർഷവും വന്നുകൊണ്ടിരുന്നത്. പൊങ്കാലയ്ക്ക് ഒരു ദിവസമെങ്കിലും വന്നിരിക്കും. ഞാൻ പക്ഷെ ആദ്യമായിട്ട് പൊങ്കാലയ്ക്ക് വരും. ഞാൻ 2 വർഷം വന്നു, പക്ഷെ പൊങ്കാലയ്ക്ക് മുമ്പാണ്. ഇന്ന് വരാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. പുതുപ്പള്ളി ഫെസ്റ്റ് നടക്കുകയാണ്. എങ്കിലും ഞാൻ വിചാരിച്ചു വെളുപ്പിനെ തിരിച്ചു 4 മണിക്ക് തിരിച്ച് അങ്ങ് പോവാ. കാരണം 2 മണിക്ക് 1200 ആദരിക്കുന്ന ചടങ്ങുണ്ട്. തിരിച്ച് അവിടെ ഓടിയെത്തണം. അതാ ഞാൻ ചിരി ധൃതി പോകുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആദ്യത്തെ പൊങ്കാല അനുഭവം കൂടിയാണ്. ആദ്യത്തെ നേരിട്ട് പൊങ്കാല ദിവസം ഈ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ആദ്യത്തെ അനുഭവമാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഇനി എല്ലാ വർഷവും പ്രതീക്ഷിക്കാം നമുക്ക്. ഒരിക്കലെങ്കിലും വന്നിരിക്കും. കാരണം ഇന്നലെ എനിക്ക് മനസ്സിന് വലിയ വിഷമം തോന്നി. കാരണം എല്ലാ വർഷവും വരുന്നതാ, പൊങ്കാലയ്ക്ക് മുമ്പ് വരുന്നതാ. അപ്പം ഒന്ന് വരണം തോന്നിയതാണ്. ഇന്ന് രാവിലെ ഇറങ്ങി സകല പരിപാടിയും മാറ്റി വെച്ച് തിരിച്ചു പോവാ. തീർച്ചയായിട്ടും. അതെ, എല്ലാ വർഷവും ഇത് സത്യം പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു കൂടിവരവാണ്. നമ്മുടെ സമൂഹത്തിന്റെ ഒരു കൂടിവരവാണ്. ഈ നാടിന്റെ അനുഗ്രഹമാണ്. ഈ നാടിന്റെ ഒരു ഒരുമയുടെ സൂചനയാണ്. അതുപോലെ തന്നെ പാളയം ഇമാമിന്റെ വലിയൊരു ഗസ്റ്റ് അത് ലോകം ചർച്ച ചെയ്യുന്നു. കേരളവും ഇന്ത്യയും അത്ര ലോകം ചർച്ച ചെയ്യുന്നു. ഇതാണ് കേരള സ്റ്റോറി, ഇതാണ് കേരളത്തിന്റെ കഥ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് മതത്തിൽപ്പെട്ടവരാണ്, നമ്മളെല്ലാം ഒന്നാണെന്നുള്ള വലിയ ഒരു സിമ്പൽ ഇന്ന് അദ്ദേഹം നൽകിയിരിക്കുകയാണ്. നമ്മള് ഈ നഗരം മുഴുവൻ എത്രയോ എന്റെ ചെറുപ്പം മുതൽ ഞാൻ കാണുന്നതാണ്. ഞാൻ ഓർമ്മ വെച്ചാൽ ഈ നാട് പൊങ്കാല ആചരിക്കുന്നത് ഞാൻ കണ്ടത് എല്ലാവരെയും ഒരേപോലെ കൈനീട്ടി സ്വീകരിച്ചുകൊണ്ടാണ്. ആ സ്വീകരണം കാണുമ്പോൾ വളരെ സന്തോഷം. ഹായ്, നമസ്കാരം. നമസ്കാരം. ഒരുപക്ഷെ ആദ്യത്തെ പൊങ്കാല അനുഭവമാണോ? അല്ല, ഞാൻ എന്റെ ചെറുപ്പം മുതൽ കാണുന്ന ഒരു പരിപാടിയാണല്ലോ. നമ്മുടെ നാട്ടില് നമ്മുടെ തൊട്ടടുത്താണല്ലോ ഈ പൊങ്കാല എല്ലാം വന്നുകൊണ്ടിരുന്നത്. ഇന്ന് പക്ഷേ എനിക്ക് അത്ഭുതം തോന്നി, അവിടെ കണ്ടില്ല. അപ്പം എനിക്കൊന്ന് പോലീസ് ശകലം മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു.
എങ്കിലും ഞാൻ എല്ലാ വർഷവും MLA ആയതിനു ശേഷം എല്ലാ വർഷവും അപ്പയില്ലാത്തതുകൊണ്ട് അപ്പയാണ് എല്ലാ വർഷവും വന്നുകൊണ്ടിരുന്നത്. പൊങ്കാലയ്ക്ക് ഒരു ദിവസമെങ്കിലും വന്നിരിക്കും. ഞാൻ പക്ഷെ ആദ്യമായിട്ടാണ് പൊങ്കാലയ്ക്ക് വരും. ഞാൻ 2 വർഷം വന്നു, പക്ഷെ പൊങ്കാലയ്ക്ക് മുമ്പാണ്. ഇന്ന് വരാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. പുതുപ്പള്ളി ഫെസ്റ്റ് നടക്കുകയാണ്. എങ്കിലും ഞാൻ വിചാരിച്ചു വെളുപ്പനെ തിരിച്ചു 4 മണിക്ക് തിരിച്ച് അങ്ങ് പോവാ. കാരണം 2 മണിക്ക് 1200 പേരെ ആദരിക്കുന്ന ചടങ്ങുണ്ട്. തിരിച്ച് അവിടെ ഓടിയെത്തണം. അതാണ് ഞാൻ ചില ധൃതി പോകുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആദ്യത്തെ പൊങ്കാല അനുഭവം കൂടിയാണ്. ആദ്യത്തെ നേരിട്ട് പൊങ്കാല ദിവസം ഈ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ആദ്യത്തെ അനുഭവമാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഇനി എല്ലാ വർഷവും പ്രതീക്ഷിക്കാം നമുക്ക്. എല്ലാ ഒരിക്കലെങ്കിലും വന്നിരിക്കും. കാരണം ഇന്നലെ എനിക്ക് മനസ്സിന് വലിയ വിഷമം തോന്നി. കാരണം എല്ലാ വർഷവും വരുന്നതാ, പൊങ്കാലയ്ക്ക് മുമ്പ് വരുന്നതാ. അപ്പം ഒന്ന് വരണം തോന്നിയെന്താണ് ഇന്ന് രാവിലെ ഇറങ്ങി സകല പരിപാടിയും മാറ്റി വെച്ച് തിരിച്ചു പോവാ. തീർച്ചയായിട്ടും അതെ, എല്ലാ വർഷവും ഇത് സത്യം പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു കൂടിവരവാണ്. നമ്മുടെ സമൂഹത്തിന്റെ ഒരു കൂടിവരവാണ്. ഈ നാടിന്റെ അനുഗ്രഹമാണ്. ഈ നാടിന്റെ ഒരു ഒരുമയുടെ സൂചനയാണ്. അതുപോലെ തന്നെ പാളയം ഇമാമിന്റെ വലിയൊരു ഗസ്റ്റ് അത് ലോകം ചർച്ച ചെയ്യുന്നു. കേരളവും ഇന്ത്യയും അത്ര ലോകം ചർച്ച ചെയ്യുന്നു. ഇതാണ് കേരള സ്റ്റോറി, ഇതാണ് കേരളത്തിന്റെ കഥ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് മതത്തിൽപ്പെട്ടവരാണ്, നമ്മളെല്ലാം ഒന്നാണെന്നുള്ള വലിയ ഒരു സിമ്പൽ ഇന്ന് അദ്ദേഹം നൽകിയിരിക്കുകയാണ്. നമ്മള് ഈ നഗരം മുഴുവൻ എത്രയോ എന്റെ ചെറുപ്പം മുതൽ ഞാൻ കാണുന്നതാണ്. ഞാൻ ഓർമ്മ വെച്ചാൽ ഈ നാട് പൊങ്കാല ആചരിക്കുന്നത് ഞാൻ കണ്ടത് എല്ലാവരെയും ഒരേപോലെ കൈനീട്ടി സ്വീകരിച്ചുകൊണ്ടാണ്. ആ സ്വീകരണം കാണുമ്പോൾ വളരെ സന്തോഷം. ആറ്റുകാൽ പൊങ്കാലയാണ് തിരുവനന്തപുരത്തുകാർക്ക് ഏറ്റവും വലിയ ഉത്സവമാണ്. ജാതി മത ഭേദമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ആ പൊങ്കാല ആഘോഷിക്കാൻ എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ ആ രീതിയിൽ എല്ലാവരും സഹകരിക്കുന്ന ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. നമ്മോടൊപ്പം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ ചേരുന്നു. എന്താണ് ഈ ആറ്റുകാൽ പൊങ്കാല സംബന്ധിച്ച ഓർമ്മകൾ എന്തൊക്കെയാണ്? ചെറുപ്പകാലം തൊട്ട് ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലം ഓർക്കുകയാണെങ്കിൽ അതൊരു അവധി ദിവസത്തിന്റെ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് അവധിയായിരിക്കും. വൈകിട്ടാകുമ്പം ഇതുവഴിയൊക്കെ ഒന്ന് പോകുമ്പോൾ ഇവിടുത്തെ എല്ലാം നമുക്ക് ക്ലീൻഡ് അപ്പ്. ജനിച്ചു വളർന്നു എന്നാണ് നേരത്തെ പറഞ്ഞു കേട്ടത് അല്ലേ? ജനിച്ചു വളർന്നത്. അതുപോലെ ചെറുപ്പം തൊട്ടേ ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉത്സവമാണ്. നമുക്ക് ഓണം ആഘോഷിക്കുന്നത് പോലെ ആഘോഷിക്കുന്ന ഒന്നാണ് ആറ്റുകാൽ പൊങ്കാല. ആ ഒരു സമയം, ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വൈകിട്ടൊക്കെ ഇതുവഴി പോകുമ്പോൾ ഉള്ള കണ്ട ഓർമ്മയാണ്. പുതുപ്പള്ളി ഹൗസ് ജഗതിയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പം ഇവിടെ ഈ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ ഭാഗമായി ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള ഈ സഹായങ്ങൾ, അവർക്ക് വേണ്ട ആവശ്യങ്ങൾ, അവരുടെ ഹെൽപ്പ്, എന്തെങ്കിലും മെഡിക്കൽ നീഡ് ഉണ്ടോ, അങ്ങനത്തെ ഒരു ചെറിയ സഹായങ്ങൾ ചെയ്യുന്നതിന്റെ ഒരു ഭാഗമായി ഇവിടെ എത്തിയതാണ്. അങ്ങനെ അതിന്റെ ഇതിലാണ് ഇവിടെ ഈ പരിപാടിക്ക് വന്നത്. നേരത്തെ ഈ ഭാഗത്തൊക്കെ പൊങ്കാല കുറവല്ലായിരുന്നു, പണ്ടൊക്കെ ഇവിടെ ക്ഷേത്രത്തിനടുത്തൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ എണ്ണം കൂടി പണ്ടത്തേനെക്കാട്ടി ഇപ്പം എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ഒരുപാട് വിട്ട് ആളുകൾ ഇരുന്ന് പൊങ്കാല ഇടുന്നുണ്ട്. പണ്ടൊരു കുറച്ചുകൂടെ ക്ലോസ്ഡ് ഉള്ള സ്ഥലങ്ങളിലേ ഉണ്ടായിരുന്നു. ഇന്നിപ്പം ഏത് ഭാഗത്ത് ഇപ്പൊ തിരുവനന്തപുരം സിറ്റിയൊക്കെ വിട്ട് ഒരുപാട് പോയാലും ഒരുപാട് പൊങ്കാല കലങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പൊ ഈ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലൊക്കെ വലിയ തർക്കങ്ങൾ, കേരളം വേറെ എന്തൊക്കെയാണ്, കേരള സ്റ്റോറിയൊക്കെ വലിയ വിവാദമാവുന്നുണ്ട്. ആ സാഹചര്യത്തിലൊക്കെ ശരിക്കും ഒരു സന്ദേശമല്ലേ ഈ പൊങ്കാല? സത്യമായി നേരത്തെ ഞാൻ എല്ലാവരോടും അത് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾക്ക് ഓണം എന്താണ് ലോകത്തിന്റെ മുമ്പിൽ കാട്ടുന്നത്? മലയാളികൾ ഓണം കൊണ്ട് കാട്ടുന്നത് മതസൗഹാർദ്ദമാണ്. ഒരിക്കലും നാം അവിടെ ഒരു ജാതി മതഭേദം ഇനിയാണ് ഓണം ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ പൊങ്കാല എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ ഒരു ലോകത്തിന്റെ മുമ്പിൽ തന്നെ വലിയൊരു മാതൃകയാണ്. ലോകത്തിന്റെ മുമ്പിൽ തന്നെ ഏറ്റവും വലിയൊരു മതസമ്മേളനമാണ്, സ്ത്രീകളുടെ മതസമ്മേളനമാണ് പൊങ്കാല. അത് കൊടുക്കുന്ന വലിയൊരു സന്ദേശമുണ്ട്. ഈ ഒരു കൂട്ടായ്മ തന്നെ, ഈ വരുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ കൂട്ടായ്മ തന്നെ അവരൊരു സ്നേഹത്തിന്റെ, അന്ന് ആലോചിച്ച് നോക്കണം, ഇത്രയും ലക്ഷക്കണക്കിന് സ്ത്രീകൾ വന്ന് ഒരു ദിവസം ഇങ്ങനെ ആറ്റുകാൽ ദേവിയുടെ മുമ്പിൽ പൊങ്കാല ഇട്ട് പോകുന്നു. ഇവിടെ നമ്മളൊരു ഇതുവരെ ഈ ഇത്രയും കാലം അത്രയും നാം പൊങ്കാല ഇട്ടിട്ട് ഇവിടെ ഒരു വഴക്കോ ഒരു കലാപോ അങ്ങനത്തെ എന്തെങ്കിലും നാം കേട്ടിട്ടുണ്ടോ? അത് തന്നെയാണ് നാം ലോകത്തിന് കൊടുക്കുന്ന, പൊങ്കാലയിലൂടെ ലോകത്തിന് കൊടുക്കുന്ന വലിയൊരു മാതൃക. ഇന്നത്തെ ഈ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമായ യഥാർത്ഥ കേരള സ്റ്റോറി ഇതാണ്. ഏറ്റവും വലിയ മാതൃകയാണ് നാം കാണിക്കുന്നത്. ഇതാണ് നമുക്ക് വേണ്ടതും. നാളെ നമ്മുടെ സമൂഹത്തിന്, ഇന്നും നാളെയും നമുക്ക് നമ്മുടെ സമൂഹത്തിന് കൊടുക്കാവുന്നതും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറാവുന്നതുമായ ഏറ്റവും വലിയ സന്ദേശമാണ് ഈ കാണുന്നത്. ഉമ്മൻചാണ്ടിയുടെ മകൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന ചോദ്യമൊക്കെ അപ്രസക്തം എനിക്കറിയാം. കാരണം ജനിച്ചപ്പോൾ മുതൽ രാഷ്ട്രീയം, അല്ലെങ്കിൽ ആ ഒരു പ്രായം തൊട്ട് രാഷ്ട്രീയം കണ്ടും കേട്ടുമൊക്കെ വളർന്നവരാണ്, എപ്പോഴും രാഷ്ട്രീയത്തിലുള്ളവരാണ്. എങ്കിലും ഇപ്പോൾ ചില ചർച്ചകളും പേരുകളും ഒക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നുണ്ട്. എന്താണ് അതിനോട് പ്രതികരിക്കുന്നത്? ഞാൻ ഇത് പല പ്രാവശ്യം പറഞ്ഞതാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട്. അങ്ങനത്തെ ഒരുപാട് ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട്
ന്യൂസുകളും ഒക്കെ കാണാറുണ്ട്. അതൊക്കെ ഇന്നും ന്യൂസായി നിലനിൽക്കുന്നു. അതിനപ്പുറത്തേക്ക് എനിക്ക് പറയാനായിട്ട് ഒന്നുമില്ല. ഏതായാലും ഈ ന്യൂസിനപ്പുറത്തേക്ക് എല്ലാം സംഭവിക്കട്ടെന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടുത്ത തവണ ജനപ്രതിനിധി നിലയിൽ ഈ പൊങ്കാലയുടെ ക്രമീകരണങ്ങൾക്കൊക്കെ വരാൻ കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. താങ്ക് യു. ഉണ്ടാവുമല്ലോ അങ്ങനെ. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു വാർത്തകൾ മാത്രമായി നിലനിൽക്കുകയാണ്. അതാണ് പ്രതികരണം. ഏതായാലും ആറ്റുകാൽ പൊങ്കാല എല്ലാവരുടെയും ഉത്സവമാണ്. അതിന്റെ ഭാഗമായാണ് അവരും ഇവിടെ ഈ പൊങ്കാല ചടങ്ങുകളുടെ ഭാഗമാകാൻ എത്തിയത്. ഇപ്പൊ പൊങ്കാല അടിപൊളിയായിട്ട് തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണത്തെ പൊങ്കാല എങ്ങനെയുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാട്ടിലും? കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും എല്ലാ പ്രാവശ്യം ആള് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ സ്ഥലത്തിന് പരിമിതിയുണ്ടല്ലോ. എന്നാലും ഇവിടെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ഫുള്ള് തന്നെയാണ്. ഇനി ഇപ്രാവശ്യം നമ്മൾ ഇവിടെ അടുത്ത താമസിക്കുന്ന മോര് ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളം, പിന്നെ ഊണ് നമ്മുടെ ഇവിടുത്തെ പൗരസമിതിക്കാർ എല്ലാവരും കൊടുക്കുന്നുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ല. വലിയ ചൂടായിട്ടില്ല. അതുകൊണ്ട് പിന്നെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ ഇത്തവണ ഉണ്ട് തോന്നുന്നു അല്ലേ? കാണണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് കണ്ണൂര്, കാസർഗോഡ് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇവിടെ മുമ്പിലിരിക്കുന്ന കുറെ പേർക്ക് കണ്ണൂരിൽ നിന്ന് വന്നവരാ. ഇപ്പൊ കേരളത്തിൽ നിന്ന് മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങളിൽ ഇനി കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ വന്നു തുടങ്ങുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് വിദേശികളൊക്കെ അവിടെ വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഉണ്ട്, വിദേശികൾ വരുന്നുണ്ട്. വിദേശികൾ കൂടുതലും അമ്പലം തൊഴുവാനാണ് വരുന്നത്. അപ്പൊ അല്ല, അവര് ഈ കുറച്ചുപേര് ഹിന്ദുമത വിശ്വാസി എന്നും പറഞ്ഞ് കുറെ പേര് ഹിന്ദു കൺവേർട്സും ഉണ്ട്. കുറെ പേരൊക്കെ തൊഴുന്നുണ്ട്. കൊട്ടാരത്തിൽ ഇത്തവണത്തെ പൊങ്കാല ആഘോഷങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ആഘോഷം ഇവിടെ അടുപ്പ് കൊളുത്ത്, അമ്മയാണ് അടുപ്പ് കൊളുത്തുന്നത്. ഞങ്ങളിവിടെ പോയി അടുപ്പ് കൊളുത്തിട്ട് പിന്നെ ആൾക്കാരൊക്കെ കണ്ട് തിരിച്ചു പോകുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.